നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആനന്ദപുരത്ത് സ്വത്ത് തർക്കം മൂലമുള്ള വൈരാഗ്യത്താൽ അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ ജ്യേഷ്ഠൻ പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പാപ്പ പള്ളിയിൽ നിന്നും 80,000 രൂപയോളം മോഷ്ടിച്ച പ്രതിയെ ചാവക്കാട് പോലീസ് ഏർവാടിയിൽ നിന്നും പിടികൂടി. നെല്ലായി ദേശീയപാതയിലെ സർവീസ് റോഡിനായി പണി തുടങ്ങിയ തൂപ്പൻകാവ് പാലം ഇപ്പോഴും എങ്ങും എത്തിയില്ല. സ്വർണവില രണ്ടാം ദിവസവും താഴേക്ക്. ഇന്ന് ഇറക്കത്തിന് വേഗം കുറഞ്ഞു. നല്ല നടപ്പ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചയാളെ കരുതൽ തടങ്കലിലാക്കി. സിവിൽ സർവീസ് പരീക്ഷയിൽ 786 റാങ്ക് നേടിയ ഗംഗാ ഗോപിയെ ആദരിച്ചു. വാർത്തകൾ വിശദമായി. ആനന്ദപുരത്ത് സ്വത്ത് തർക്കം മൂലമുള്ള വൈരാഗ്യത്താൽ അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ ജ്യേഷ്ഠൻ പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. ആനന്ദപുരം സ്വദേശി 29 വയസ്സുള്ള യദുകൃഷ്ണനാണ് മരിച്ചത്. സംഭവത്തിന് ശേഷം ജ്യേഷ്ഠൻ വിഷ്ണു രക്ഷപ്പെടുകയായിരുന്നു. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെയും പുതുക്കാട് SHO സജീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായ വിഷ്ണുവിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാത്രി ആനന്ദപുരം കള്ളുഷാപ്പിലാണ് സംഭവം നടന്നത്. ഇവരുടെ വീട്ടിൽ വെച്ച് അന്നേ ദിവസം ഇരുവരും തർക്കം നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം ഷാപ്പിൽ വെച്ച് വീണ്ടും തർക്കം ഉടലെടുത്തത്. ഷാപ്പിൽ നിന്നും കള്ളുകുപ്പിയും പട്ടികയും എടുത്താണ് ജ്യേഷ്ഠൻ വിഷ്ണു അനുജൻ യദുകൃഷ്ണന്റെ തലയിലും ദേഹത്തും മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗുരുതര പരിക്കേറ്റ യദുകൃഷ്ണനെ പിന്നീട് ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രി 11 മണിയോടെ മരണപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുൻപേ വിഷ്ണു സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പാപ്പ പള്ളിയിൽ നിന്നും 80,000 രൂപയോളം മോഷ്ടിച്ച പ്രതിയെ ചാവക്കാട് പോലീസ് ഏർവാടിയിൽ നിന്നും പിടികൂടി. വയനാട് നെന്മേനി സ്വദേശി മൂർക്കൻ വീട്ടിൽ ഷംഷാദിനെയാണ് ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രദേശത്തെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ വർഷം തമിഴ്നാട് വേഡസന്തൂരിലെ മുസ്ലിം പള്ളിയിൽ മോഷണം നടത്തുന്നതിനിടെ പിടിയിലായി മധുര ജയിലിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് അടുത്തിടെയാണ് പ്രതി പുറത്തിറങ്ങിയത്. പ്രതി വർഷങ്ങളോളം ഖത്തറിലും കുവൈറ്റിലും പ്രവാസിയായിരുന്നു. അതിനിടയ്ക്ക് മാതാവ് രണ്ടാം വിവാഹം കഴിച്ചതോടെ പ്രതിക്ക് മാതാവിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരികയും മാതാവിൽ നിന്ന് അകറ്റിയതിനുള്ള കാരണക്കാർ പള്ളി കമ്മിറ്റിക്കാരാണെന്ന വിശ്വാസത്താൽ പ്രതിക്ക് പള്ളികളോട് പ്രത്യേക വൈരാഗ്യം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് പ്രതി മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച് കവർച്ച തുടങ്ങിയത്. കവർച്ച നടത്തി ലഭിച്ച പണം ഉപയോഗിച്ച് ഏർവാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി പണം തീരുമ്പോൾ വീണ്ടും മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. മൊബൈൽ ഫോണോ മറ്റു സാമൂഹ്യ മാധ്യമങ്ങളോ ഉപയോഗിക്കാത്ത പ്രതി ഉപ്പാപ്പ പള്ളിയിലെ മോഷണത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങി ഏർവാടിയിൽ എത്തുകയായിരുന്നു. പ്രതിയെ പിന്തുടർന്നെത്തിയ പോലീസ് സംഘം അതിസാഹസികമായാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. സബ് ഇൻസ്പെക്ടർമാരായ ശരത് സോമൻ, PS അനിൽകുമാർ, ASI അൻവർ സാദത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ EK ഹംദ്, അനീഷ്, രജിത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. നെല്ലായി ദേശീയപാതയിലെ സർവീസ് റോഡിനായി പണി തുടങ്ങിയ തൂപ്പൻകാവ് പാലം ഇപ്പോഴും എങ്ങും എത്തിയില്ല. ദേശീയപാതയിലെ നെല്ലായി തൂപ്പൻകാവ് പാലത്തിനോട് ചേർന്ന് സർവീസ് റോഡിനായി നിർമ്മാണം തുടങ്ങിയ പാലം എങ്ങും എത്താതെ കിടക്കുന്നു.
നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഈ മേഖലയിൽ പാലവും സർവീസ് റോഡും വന്നാൽ യാത്ര സുരക്ഷിതമാകുമെന്നിരിക്കെ തൂപ്പൻകാവ് പാലത്തിന് ഇരുവശവും ചെറിയ പാലങ്ങൾ സ്ഥാപിച്ച് സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി ഉണ്ടാകുന്നില്ല. ദേശീയപാത 4 വരിയാക്കി വികസിപ്പിച്ച സമയത്താണ് നെല്ലായിക്കും കൊളത്തൂരിനും മധ്യേ തൂപ്പൻകാവ് പാലത്തിനോട് ചേർന്ന് സർവീസ് റോഡിനായി ചെറിയ പാലം നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. നിലവിലുള്ള പാലത്തിന്റെ ഒരു വശത്ത് മാത്രമാണ് ഇത്തരത്തിൽ സർവീസ് റോഡിനായി പാലം പണി തുടങ്ങിവച്ചത്. ഇതിന് സമീപം പഴയ റോഡിലുണ്ടായിരുന്ന പാലം പൊളിച്ചു നീക്കുകയും ചെയ്തു. തോടിന് നടുവിലും രണ്ടറ്റങ്ങളിലുമായി കോൺക്രീറ്റ് കാലുകൾ നിർമ്മിച്ചതല്ലാതെ തുടർ പണികൾ നടന്നില്ല. ഇതോടെ പാലം കടലാസിൽ മാത്രമായി ഒതുങ്ങി. ദേശീയപാത അധികൃതർ വർഷങ്ങളായി ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നെല്ലായി പാലത്തിൽ അതിവേഗ പാതകൾക്ക് ഇരുവശത്തും സർവീസ് റോഡുകൾ ഇല്ലാത്തത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. നെല്ലായിയിൽ നിന്ന് സർവീസ് റോഡ് വഴി വരുന്ന കാൽനടക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും തൂപ്പൻകാവ് പാലത്തിലെത്തുമ്പോൾ അതിവേഗ പാതയിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു. ഇങ്ങനെ പ്രധാന പാതയുടെ ഓരത്തുകൂടി നടക്കുന്നവരും സൈക്കിളിൽ പോകുന്നവരുമാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് എത്രയും വേഗം പാലം നിർമ്മാണം പൂർത്തിയാക്കാനും സർവീസ് റോഡ് സജ്ജമാക്കാനും നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. സ്വർണ്ണവില 2ാം ദിവസവും താഴേക്ക്. ഇന്ന് ഇറക്കത്തിന് വേഗം കുറഞ്ഞു. വിവാഹ ആവശ്യങ്ങൾക്കും വലിയ അളവിൽ സ്വർണം വാങ്ങാനിരിക്കുന്നവർക്കും ആശ്വാസമായി തുടർച്ചയായ 2ാം ദിവസവും സ്വർണ്ണവില കുറഞ്ഞു. വ്യാഴാഴ്ച കേരള വിപണിയിൽ പവന് 80 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 72,040 രൂപയിലാണ് സ്വർണ്ണവില. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 9,005 രൂപയിലാണ് സ്വർണ്ണവില. ഏപ്രിൽ 22-ന് സ്വർണ്ണവില 74,320 രൂപയിലേക്ക് എത്തിയ ശേഷം തുടർച്ചയായ 2ാം ദിവസമാണ് സ്വർണ്ണവില കുറയുന്നത്. ബുധനാഴ്ച 2,200 രൂപ കുറഞ്ഞാണ് 72,120 രൂപയിലേക്ക് സ്വർണ്ണവില എത്തിയത്. ഇതോടെ 2 ദിവസത്തിനിടെ കുറഞ്ഞത് 2,280 രൂപ. രാജ്യാന്തര സ്വർണ്ണവില ഒരാഴ്ചത്തെ താഴ്ന്ന നിലവാരത്തിൽ നിന്നും തിരിച്ചു കയറിയതും രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവും കാരണമാണ് ചെറിയ തോതിൽ വില കുറഞ്ഞത്. രാജ്യാന്തര വിലയിലുണ്ടായ കനത്ത ഇടിവിൽ നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടിയതാണ് വില തിരിച്ചു കയറാൻ കാരണം. ചൊവ്വാഴ്ച $3,509 റെക്കോർഡ് കുറിച്ച ശേഷം രാജ്യാന്തര സ്വർണ്ണവില വലിയ ഇടിവിലേക്ക് പോയിരുന്നു. ബുധനാഴ്ച മാത്രം ഏകദേശം $143 ഇടിവ് സ്വർണ്ണവിലയിലുണ്ടായി. ഒരാഴ്ചക്കിടയിലെ താഴ്ചയിലേക്ക് പോയതോടെ വില ഇടിവ് അവസരമാക്കി നിക്ഷേപകർ സ്വർണം വാങ്ങാൻ തുടങ്ങിയതോടെ വില തിരികെ കയറുകയായിരുന്നു. നല്ല നടപ്പ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചയാളെ കരുതൽ തടങ്കലിലാക്കി. മലപ്പാട് കിഴക്കൻ വീട്ടിൽ 34 വയസ്സുള്ള ജിത്തിനെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. വിവിധ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ഇയാൾക്കെതിരെ വലപ്പാട് പോലീസ് നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി 1 വർഷത്തെ നല്ല നടപ്പിനുള്ള ബോണ്ട് എടുപ്പിച്ചിരുന്നു. എന്നാൽ ബോണ്ട് നിലവിലിരിക്കെ വലപ്പാട് സ്റ്റേഷൻ പരിധിയിലെ ഒരു വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ജിത്തിനെ തടങ്കലിലാക്കിയത്. തൃശൂർ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അഖിൽ വി മേനോനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 786-ാം റാങ്ക് നേടിയ ഗംഗ ഗോപിയെ ആദരിച്ചു. കെ രാമചന്ദ്രൻ MLA വീട്ടിലെത്തി ഗംഗയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുത്രത്തിക്കര കോടിയത്ത് ഗോപിയുടെയും ജയയുടെയും മകളാണ് ഗംഗ. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് EK അനൂപും ഗംഗയെ അനുമോദിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, വാർഡ് മെമ്പർ ഷീന പ്രദീപ്, രാമകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ.
ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആനന്ദപുരത്ത് സ്വത്ത് തർക്കം മൂലമുള്ള വൈരാഗ്യത്താൽ അനുജനെ കൊലപ്പെടുത്തിയ കേസിൽ ജ്യേഷ്ഠൻ പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. ചാവക്കാട് അഞ്ചങ്ങാടി ഉപ്പാപ്പ പള്ളിയിൽ നിന്നും 80,000 രൂപയോളം മോഷ്ടിച്ച പ്രതിയെ ചാവക്കാട് പോലീസ് ഏർവാടിയിൽ നിന്നും പിടികൂടി. നെല്ലായി ദേശീയപാതയിലെ സർവീസ് റോഡിനായി പണി തുടങ്ങിയ തൂപ്പൻകാവ് പാലം ഇപ്പോഴും എങ്ങും എത്തിയില്ല. സ്വർണവില രണ്ടാം ദിവസവും താഴേക്ക്. ഇന്ന് ഇറക്കത്തിന് വേഗം കുറഞ്ഞു. നല്ല നടപ്പ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചയാളെ കരുതൽ തടങ്കലിലാക്കി. സിവിൽ സർവീസ് പരീക്ഷയിൽ 786 റാങ്ക് നേടിയ ഗംഗാ ഗോപിയെ ആദരിച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.